രാഹുലീശ്വരം ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഒരു തിന്മയാണ്, ഒരു ഫിത്നയാണ്. സപ്പോസ് ഈ വേദിയിൽ ഒരു ഒസാമ ബിൻ ലാദനോ വല്ല ബാഗ്ദാദി ഇരിപ്പുണ്ടായിരുന്നുണ്ടെങ്കിൽ ആദ്യം രാഹുലിന്റെ കഥ തീർന്നിട്ടുണ്ടാവും. അതെനിക്ക് പറയാനുള്ളൂ. ഇവൻ എന്താണ് ഈ പറയണത്? ഇതൊന്നുമല്ല ഇസ്ലാമിലെ ജിഹാദ്. നമ്മളിവിടെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഫിത്ന ഉണ്ടാക്കണം. ഇവൻ ഏതാണെന്ന് ചോദിച്ചിട്ട് അവിടെ സ്പോട്ടിൽ അരിപ്പിയാക്കും. അതാണ് ഉണ്ടാവുക. ഇസ്ലാമിലെ അധ്യാപനങ്ങൾ അത് മുഹമ്മദ് നബി ചെയ്ത് കാണിച്ചിട്ടുണ്ട്. യുദ്ധം ഇസ്ലാമിന്റെ അടിസ്ഥാന പാഠം എന്ന് പറയുന്നത് കാഫിറിന്റെ വീട്ടിലെ വെളിച്ചം പോലും ഒരു മുസ്ലിമിന് ഹറാമാണ്. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അപ്പൊ നിങ്ങൾ കൊണ്ടുവരും അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ ബിരിയാണി കൊടുക്കണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചത് ശരിയാണ്, പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എന്താ പ്രശ്നം? ആദ്യം ഈ അയൽവാസിയോട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് മുന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താ? നിങ്ങൾ ജിഹാദ് ചെയ്യണം, നിങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെടണം. അത് നിങ്ങളുടെ അയൽവാസിയുടെ അടുത്ത് നിന്ന് തുടങ്ങണം എന്ന് പറയും. അവരോട് പരുഷമായിട്ട് നിങ്ങൾ പെരുമാറണം, അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പോട്ടെ, നിങ്ങൾ നടന്നു പോകുമ്പോൾ ഇതിനെ ഒരു അമുസ്ലിമായിട്ടുള്ള ഒരു വ്യക്തി കടന്നു വരുമ്പോൾ അയാളോട് എന്ത് ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്? അയാളുടെ വഴി ഇടുക്കി കൊടുക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതാണ് മുഹമ്മദ് നബി നമുക്ക് പഠിപ്പിച്ചത്. അലക്സാണ്ടർ ജേക്കബ് എന്നോട് സദസ്സിലിരുന്ന് 1-2 വിഷയങ്ങൾ അദ്ദേഹം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്ത ഒരാളെ നേരിട്ട കഥ സംഭവമാണ് പറഞ്ഞത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന പ്രവാചകന് വേണ്ടി ഡിഫെൻഡ് ചെയ്തത് ഞാൻ ആലോചിച്ചു പോയി. കേരളത്തിന്റെ ജയിൽ DGP ആയിരുന്ന ഒരു മനുഷ്യൻ യൂട്യൂബിൽ വന്നിട്ട് ഇസ്ലാമിനെ കുറിച്ചൊരു വിവരവുമില്ലാതെ പ്രവാചകനെ അധിക്ഷേപിക്കുന്ന ഒരു മനുഷ്യനെ വിളിച്ചിട്ട് നിന്റെ അധിക്ഷേപം നീ അവസാനിപ്പിക്കണം, നീ കരുതുന്നയാളല്ല മുഹമ്മദ് നബി എന്ന് പറയണമെങ്കിൽ ആ മനുഷ്യന്റെ ഉള്ളിലേക്ക് കയറിയ പ്രവാചകർ എത്രയാണ്, ആ പ്രവാചകരുടെ ജീവിതം എത്ര വലുതാണ്. നമ്മളെപ്പോഴും ഹൃദയത്തിൽ കൊണ്ടുവരേണ്ടത് ഈ പ്രവാചകരുടെ ജീവിതമാണ്. നമ്മൾ സഹിഷ്ണുതയുള്ളവരായി, സ്നേഹമുള്ളവരായി, പരസ്പരം യോജിപ്പിന്റെ അവകാശികളായി, യോജിപ്പിന്റെ ആശയമുള്ളവരായി വർത്തിക്കേണ്ട കാലമാണ്. ഒരാൾ നമ്മോട് തെറ്റു ചെയ്തു എന്നതിന്റെ പേരിൽ തിരിച്ചു തെറ്റു ചെയ്യണം എന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇങ്ങോട്ടൊരാൾ തിന്മ ചെയ്തു, അതുകൊണ്ട് ഞാനും ഒരു തിന്മ ചെയ്യട്ടെ എന്ന ശൈലി ഇസ്ലാമികമല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ തെരുവിൽ വന്നുകൊണ്ട് ഒരാൾ പ്രസംഗിക്കുകയാണ്, ഇസ്ലാമിന്റെ ആശയങ്ങളെ മോശപ്പെടുത്തുകയാണ്, അള്ളാഹുവിനെ കുറിച്ച് തെറി പറയുകയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വത്തെ ആക്ഷേപിക്കുകയാണ്. നിങ്ങൾക്കാർക്കെങ്കിലും ആ മനുഷ്യന്റെ വിശ്വാസത്തെയോ ആ മനുഷ്യന്റെ ആരാധനാമൂർത്തികളെയോ തെറി പറയാൻ അവകാശമുണ്ടോ? പരിശുദ്ധമായ ഖുർആൻ ഒന്ന് മറിക്കൂ. അള്ളാഹുവിന്റെ കലാം നമ്മോട് പറയുന്നുണ്ട്, മറ്റൊരു മതത്തിന്റെ ആരാധനാമൂർത്തികളെ തെറി പറയാൻ പാടില്ല, മറ്റൊരു മതത്തിന്റെ ആരാധ്യ വസ്തുക്കളെ ചീത്ത പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാം നമ്മെ പഠിപ്പിക്കുന്ന സംസ്കാരം എത്ര വലുതാണ്. മുഹമ്മദ് നബിയെ ഒരാൾ തെറി പറഞ്ഞതുകൊണ്ട് ഞാൻ അയാൾ ആരാധിക്കുന്നവരെയൊക്കെ തെറി പറയട്ടെ എന്ന് വിചാരിച്ചാൽ അത് ഖുർആനിന്റെ ശൈലിയല്ല, അത് ഇസ്ലാമിന്റെ ശൈലിയല്ല. ആ ആശയങ്ങൾക്ക് ആശയപരമായ തിന്മ കൊണ്ട് നേരിടുക എന്നുള്ളത് ഇസ്ലാം മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടല്ല. ഇത് ചിന്തിക്കാനാണ്, മുസ്ലിം സമൂഹത്തോട് ആലോചിക്കാൻ പറയുകയാണ്. ഒരാളെയും നന്മ കൊണ്ടല്ലാതെ തിന്മ കൊണ്ട് ഇടപെടാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല, പ്രതിരോധിക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഇസ്ലാം നമ്മുടെ പ്രമാണമാണല്ലോ, ഖുർആൻ നമ്മുടെ ജീവിതമാണല്ലോ. ആ ജീവിതം ഒരിക്കലും അതിന് കൂട്ടുനിൽക്കുന്നില്ല. ആരുടെയും ആരാധ്യ വസ്തുക്കളെ തെറി പറയാൻ വിശ്വാസിയായ ഒരു മനുഷ്യന് അനുവാദം തന്നിട്ടില്ല. അതുമാത്രമല്ല, വ്യക്തിപരമായി തന്നെയാണെങ്കിലോ ഒരു മനുഷ്യൻ പ്രവാചക സന്നിധിയിലേക്ക് വരികയാണ്, കൂടെയുണ്ടായിരുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ തെറി പറഞ്ഞു. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ക്ഷമാശീലനായി അത് കേട്ടുകൊണ്ടിരുന്നു. പിന്നെയും തെറി പറഞ്ഞു, വീണ്ടും ക്ഷമാശീലനായി കേട്ടുകൊണ്ടിരുന്നു. മൂന്നാമത് അയാൾ തെറി പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി പറയാൻ ഒരുങ്ങി. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സിദ്ദീഖ്, ഇത്രയും നേരം നിങ്ങളെ അയാൾ തെറി പറയുമ്പോ നിങ്ങൾക്ക് വേണ്ടി മലക്കുകൾ പാപമോചന പ്രാർത്ഥന നടത്തുകയായിരുന്നു. സിദ്ദീഖ്, നിങ്ങൾ അയാളോട് ഈ ശൈലിയിലല്ല ഇടപെടേണ്ടത്, നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്നുള്ള കാരുണ്യമുണ്ടാകും. സിദ്ദീഖ്, നിങ്ങൾ ഇവിടെ ഇരിക്കൂ എന്ന് സ്നേഹത്തോടെ തിരുത്തുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിൽ നമുക്ക് വ്യത്യസ്തങ്ങളായ വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം, പക്ഷെ അതൊന്നും പ്രവാചകനോളം വരില്ലല്ലോ. നമ്മൾ പലരുമായി പിണങ്ങിയിട്ടുണ്ടാകാം. നിസാരമായ കാര്യങ്ങൾക്കാണ് നമ്മുടെ പിണക്കങ്ങൾ. നമ്മുടെ കൊച്ചാപ്പയെ കൊന്നുകളഞ്ഞ ആളുകളില്ല, അവിടുത്തെ കരള് വലിച്ചു പുറത്തിട്ട് ചവച്ചു തുപ്പിയ ആളുകൾ ഇല്ല, നമ്മെ നാടുകടത്തിയവരില്ല, നമ്മുടെ വീടുകൾ കയ്യേറിയവരില്ല. നമ്മെ ഏതെങ്കിലും നിലയിൽ
ഏതെങ്കിലും നിലയിൽ ഇല്ലായ്മ ചെയ്യണമെന്ന് വിചാരിച്ച ആയുധങ്ങളുമായി വന്നവരില്ല. ഇങ്ങനെ വന്ന ആളുകൾക്ക് വരെ പുറത്തു കൊടുത്തൊരു പ്രവാചകന്റെ അനുയായിയാണ് നമ്മൾ. ആ പ്രവാചകർ പുറത്തു കൊടുത്തത് ഏറ്റവും വലിയ തിന്മകളുമായി വന്ന മനുഷ്യർക്കാണ്. നമുക്ക് പുറത്തു കൊടുക്കാൻ കഴിയണം. നമ്മോട് ഏതെങ്കിലുമൊക്കെ കാരണങ്ങളുടെ പേരിൽ പിണങ്ങിയ ആളുകൾ, ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളുടെ പേരിൽ പരസ്പരം വിയോജിച്ചു പോയ ആളുകൾ, ദുനിയവിയായ ചില പിണക്കങ്ങളുടെ പേരിൽ മാറി നിൽക്കുന്ന ആളുകൾ, പരസ്പരം യോജിക്കാൻ കഴിയുമ്പോഴാണ് നാം ശരിയായ പ്രവാചകാധ്യാപനങ്ങളുടെ അനുയായിയായി മാറുന്നത്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോഴാണ് നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നത്. സ്വർഗത്തിലേക്ക് പോകാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് പ്രവാചകരോട് ചോദിക്കുമ്പോ പ്രവാചകരുടെ മറുപടിയുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. താഴെയുള്ളവരോട് മാന്യമായി പെരുമാറുക, മാതാപിതാക്കളോട് കരുണയോടെ വർത്തിക്കുക, നിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളില്ലേ അവരോട് നീ വളരെ മൃദുവായ ഇടപെടലുകൾ നടത്തുക. എന്നാൽ ജാബിർ, നിങ്ങൾ സ്വർഗത്തിലെത്തുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകരുടെ അധ്യാപനങ്ങൾ എത്ര മനോഹരമാണ്. എല്ലാവരോടും മാന്യമായി പെരുമാറുക, സ്നേഹത്തിന്റെ രീതിയിൽ, സഹിഷ്ണുതയുടെ ശൈലിയിൽ എല്ലാവരോടും നന്മയോടെ വർത്തിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ സ്വർഗത്തിലെത്താൻ അത് മതി എന്ന് പ്രവാചകർ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉള്ളിലുണ്ടാകുന്ന എല്ലാ വെറുപ്പിന്റെയും വിദ്വേഷങ്ങളുടെയും അസൂയയുടെയും ദുനിയാവുമായി ബന്ധപ്പെട്ട ഏതെല്ലാം മോശം ചിന്തകളുണ്ടോ അതിനെ മുഴുവനും കടപുഴക്കുന്ന അധ്യാപനങ്ങൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. ഹൃദയാന്തരങ്ങളിലുള്ള ഇരുട്ടിനെ നീക്കിക്കളയുകയാണ്. ആ ഇരുട്ട് നമ്മുടെ ഉള്ളിലുള്ള ഇരുട്ട് കനീഭവിക്കാതെ ആ ഇരുട്ടിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച് സ്വർഗത്തിന്റെ വെളിച്ചത്തിലേക്ക് നടത്തുകയാണ്. ഞാൻ എന്റെ വർത്തമാനം അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500ാമത്തെ മീലാദിന്റെ വേദിയിലാണ് നമ്മൾ ഉള്ളത്. എല്ലാ മനുഷ്യർക്കും ആ നബിയിൽ പാഠങ്ങളുണ്ട്. എല്ലാവർക്കും അവരിൽ മാതൃകയുണ്ട്. നിങ്ങൾ ഒരു കുട്ടിയാണോ? പ്രവാചകരിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. അൽ അമീൻ, സത്യസന്ധനായ മക്കയുടെ മലയിടുക്കുകളിൽ എല്ലാ തരത്തിലുമുള്ള അനാശ്വാസങ്ങളും നടക്കുന്ന കാലത്ത് വ്യക്തിശുദ്ധി കാത്തു സൂക്ഷിച്ച് നാവുകൊണ്ട് പോലും ഒരു കളങ്കമുള്ള വാക്കുവരാതെ ജീവിച്ച കുട്ടിയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊരു കൗമാരക്കാരനാണോ? സമൂഹത്തിന് സേവനം ചെയ്യുന്ന, വൃദ്ധയുടെ വിറക് കെട്ടെടുത്തു നടക്കുന്ന, മക്കയിൽ വരുന്ന മനുഷ്യർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട ആ പ്രത്യേകമായ കൂട്ടായ്മയിൽ അംഗമായ പ്രവാചകൻ. നിങ്ങൾ ഏതു മേഖലയിലാണെങ്കിലും നിങ്ങളൊരു അധ്യാപകനാണോ? തന്റെ കൂടെയുള്ള മനുഷ്യരുടെ ഉള്ളിലേക്ക് പ്രകാശമയമുള്ള ആശയങ്ങൾ പഠിപ്പിക്കുന്ന പ്രവാചകർ. നിങ്ങളൊരു വിദ്യാർത്ഥിയാണോ? ജിബ്രീൽ എന്ന അധ്യാപകന്റെ മുമ്പിൽ വളരെ വളരെയേറെ ലാളിത്യത്തോടുകൂടി അറിവ് നുകരാനിരിക്കുന്ന വിദ്യാർത്ഥിയായ പ്രവാചകൻ. നിങ്ങളൊരു ഭർത്താവാണോ? ഏറ്റവും നല്ല സ്നേഹമസ്ത്രണമായ ഇടപെടലുകളുള്ള ഭർത്താവ്. നിങ്ങളൊരു പുത്രനാണെങ്കിൽ ഏറ്റവും സ്നേഹനിധിയായ ഒരു പുത്രൻ. നിങ്ങൾ ഒരു പിതാവാണെങ്കിൽ ഏറ്റവും മനോഹരമായി ഇടപെട്ട ഒരു പിതാവ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മക്ക മുക്കറമയിൽ പെൺകുഞ്ഞുങ്ങൾ പിറന്നു വീണാൽ അപമാനമായിരുന്ന കാലത്താണ് തോളിലേറ്റി കഅബാലയത്തിന്റെ അരികിലൂടെ നടന്നത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ സൈനബിനെ, അവിടുത്തെ ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹയെ, അവിടുത്തെ പെൺമക്കളെ തോളിലേറ്റി മക്കയിലൂടെ നടക്കുന്ന കാലം പെൺകുഞ്ഞ് എന്ന് കേട്ടാൽ തല താഴ്ത്തുന്ന മനുഷ്യരുടെ കാലമായിരുന്നല്ലോ. അങ്ങനെ ഏതെല്ലാം മേഖലകളിൽ നിങ്ങൾക്കൊരു പ്രവാചകനെ പഠിക്കുവാനുണ്ടോ, ഏതെല്ലാം ശൈലികളിൽ നിന്ന് വായിക്കുവാനുണ്ടോ, അവിടെയെല്ലാം അതുല്യനായ, ചരിത്രത്തിൽ സമാനമായ ഒരാളില്ല. ഉലിദൽ ഹബീബു വമിസ്ലുഹു ലാ യൂലദു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ മല്ലനാ മിസ്ലുക യാ സയ്യിദി ഖൈറത് നബി. മനോഹരമായ ആശയം. 1500 കൊല്ലങ്ങൾ കഴിയുമ്പോഴും ആ ആശയത്തിന് കുറവൊന്നും വന്നിട്ടില്ല. ആ ആശയം അനുസരിച്ചു ജീവിക്കുന്ന കോടാനകോടി മനുഷ്യരില്ലേ, അവരുടെ ചലനത്തിൽ, നിശ്ചലനത്തിൽ, ശ്വാസത്തിൽ, ശ്വാസോച്ഛ്വാസത്തിൽ എല്ലാ തരത്തിലും
ആ പ്രവാചകൻ നിറഞ്ഞു നിൽക്കുന്നില്ലേ? കോടിക്കണക്കിന് വരുന്ന മനുഷ്യർ അവരുടെ ആരാധനകളിൽ പ്രവാചക പ്രഭുവിന് സ്വലാത്ത് സലാമുകൾ അർപ്പിക്കുന്നില്ലേ? ആലോചിച്ചു നോക്കൂ. ഒരു പ്രതിമയില്ല, ഒരു ചിത്രമില്ല, ഒരു ചിത്രീകരണമില്ല. കോടി മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു, അവരുടെ ജീവിതത്തിന് വെളിച്ചമാകുന്നു. 200 കോടിയോളം വരുന്ന മുസ്ലിം സഹോദരങ്ങൾ, അവരിലെ തന്നെ വലിയൊരു വിഭാഗത്തെ തന്നെ എടുത്താൽ ആലോചിച്ചു നോക്കൂ. അവരെന്തുകൊണ്ടാണ് മദ്യപിക്കാത്തത്? അവരുടെ പ്രവാചകൻ മദ്യത്തിൽ നിന്ന് അവരെ അകറ്റി നിർത്തിയത് കൊണ്ടാണ്. അവരെന്തുകൊണ്ടാണ് വ്യഭിചരിക്കാത്തത്? പ്രവാചക തിരുമേനി അവരെ വിലക്കിയത് കൊണ്ടാണ്. അവരെന്തുകൊണ്ടാണ് പലിശ കൊടുക്കാത്തത്? പ്രവാചകർ പലിശയിൽ നിന്ന് അവരെ തടഞ്ഞതുകൊണ്ടാണ്. അവരെന്തുകൊണ്ടാണ് അക്രമം അഴിച്ചുവിടാത്തത്? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് അന്യന്റെ അവകാശത്തെ കുറിച്ച് അവർ സംസാരിക്കുന്നത്? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ അത് അഭ്യസിപ്പിച്ചതുകൊണ്ടാണ്. ആ പ്രവാചക സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന മനുഷ്യർ എത്രയാണ് ലോകത്തുള്ളത്? അവരുടെ ഹൃദയാന്തരങ്ങളിൽ ജീവിക്കുന്ന പ്രവാചകൻ. സ്പെയിനിൽ നിന്ന്, പോർച്ചുഗലിൽ നിന്ന് ജൂതന്മാർ പുറത്താക്കപ്പെട്ട സമയമുണ്ടായിരുന്നു. ജൂതന്മാരെ കണ്ടാൽ അത് ശകുനമാണ് എന്ന് കരുതിയിരുന്ന സമയമുണ്ടായിരുന്നു. ഷേക്സ്പിയറിന്റെ നാടകങ്ങൾ എടുക്കൂ. അതിലെ ക്രൂരനായ പലിശക്കാരൻ ഒരു ജൂതനാണ്. ഒരു സമയത്തിറങ്ങിയ ഇംഗ്ലീഷ് സാഹിത്യങ്ങളൊക്കെ വായിച്ചു നോക്കൂ. അതിലെ വില്ലന്മാരൊക്കെയും ജൂതന്മാരാണ്. ജൂതന്മാരെ വില്ലന്മാരായി തങ്ങളുടെ പ്രിയപ്പെട്ട യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റുന്നതിന്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ചവരായി, ശകുനമുള്ളവരായി. അവർ ഈ രാജ്യത്ത് തുടരേണ്ടവരല്ല, അവരെ കുഷ്ഠങ്ങളായി കണ്ടിരുന്നതിൽ ഹിറ്റ്ലർ മുതൽ അങ്ങോട്ട് ചരിത്രത്തിൽ എത്രയോ ഭരണാധികാരികളുണ്ട്. ആ ലിസ്റ്റിലൊന്നും മുസ്ലിം ഭരണാധികാരികളില്ല. അവരെ പല രാജ്യങ്ങളിൽ നിന്ന് മാട്ടിയോടിച്ച നേരമുണ്ട്. അഭയം കൊടുത്തത് മുസ്ലിങ്ങളാണ്. പക്ഷേ ചരിത്രത്തിന്റെ ഈ നീതികളെ മുഴുവനും മാറ്റിവെച്ചുകൊണ്ടാണ് ലോകം കാണുന്ന ഏറ്റവും വലിയ നീതികേട് ഗസ്സയിൽ പിറന്നുകൊണ്ടിരിക്കുന്നത്. ഗസ്സയുടെ മുനമ്പിൽ പിടഞ്ഞു വീണ് മരിക്കുന്ന ലക്ഷക്കണക്കായ മനുഷ്യർ, അതിൽ തന്നെ പട്ടിണി കിടന്ന് ഒരു മനുഷ്യന്റെ അവകാശങ്ങളൊക്കെയും നശിപ്പിക്കപ്പെട്ട് കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള ഭക്ഷണവും ലഭിക്കാതെ ഈ ആധുനിക കാലത്ത് വഴിയിലൂടെ നടന്നു പോകുന്ന നായയ്ക്ക് പോലും അവകാശങ്ങളുണ്ട് എന്ന് സമരം ചെയ്യുന്ന മനുഷ്യരുടെ കാലത്തല്ലേ കോടിക്കണക്കിന് വരുന്ന കുഞ്ഞോമന മക്കൾ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ ലക്ഷക്കണക്കിന് വരുന്ന പിഞ്ചുമക്കൾ ഈ ലോകത്ത് കൊല്ലപ്പെടുന്നത്? 60,000-ത്തിലധികം പിഞ്ചു കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടത് നമ്മുടെ ഈ ലോകത്തല്ലേ? അവിടെയാണ് നാം വീണ്ടും നീതിയുടെ പാഠങ്ങളെ വായിക്കേണ്ടത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യുദ്ധങ്ങളെ വായിക്കേണ്ടത്. പ്രവാചകരുടെ യുദ്ധങ്ങളുടെ ഒരു ഭാഗം കാണാം. യുദ്ധക്കളത്തിലേക്ക് പോകുന്ന അനുയായിയോട് പറയാനുണ്ടായിരുന്നത് അന്യമതസ്ഥരുടെ ആരാധനാലയങ്ങളിൽ തൊടല്ല, അവിടെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരെ ആക്രമിക്കല്ല. അവരായുധമണിഞ്ഞ് നിങ്ങളെ ആക്രമിക്കാൻ വന്നാലല്ലാതെ കനീസകളിലിരിക്കുന്ന, ആരാധനാലയങ്ങളിലിരിക്കുന്ന, ആരാധനാ നിരതരായിരിക്കുന്ന മനുഷ്യരെ ആക്രമിക്കല്ല, കുഞ്ഞുങ്ങളെ ആക്രമിക്കല്ല, സ്ത്രീകളെ ആക്രമിക്കല്ല. വിശുദ്ധമായ യുദ്ധം, കൃത്യമായ മാനദണ്ഡങ്ങളുള്ള യുദ്ധമായിരുന്നല്ലോ. പ്രവാചകരുടെ യുദ്ധത്തിന് തന്നെ ഒരു നൈതികത ഉണ്ടായിരുന്നല്ലോ. നേരിൽ പോരാടാൻ വന്നവനെ അല്ലാതെ ആക്രമിക്കാൻ പാടില്ല. എത്ര മനോഹരമാണ് ചരിത്രം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാഠങ്ങൾ പഠിച്ച യോദ്ധാക്കൾ കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കാണാം. ബഹുമാനപ്പെട്ടവർ ഒരാളുമായി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ദീർഘനേരത്തെ പോരാട്ടം നടക്കുമ്പോൾ അയാൾ അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഓടി ദൂരത്തേക്ക് പോയി. അയാളുടെ പിന്നാലെ പോയി. അയാൾ വീണ സമയത്ത് അയാളുടെ ശരീരത്ത് കയറിയിരിക്കുമ്പോൾ അയാൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് തുപ്പുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ മുഖത്തേക്ക് തുപ്പൽ വീണു. ഉടനെ തന്റെ കയ്യിലുള്ള വാൾ ഉറയിലേക്ക് തിരിച്ചു നടന്നു വരികയാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ചോദ്യം വന്നു, അലിയെ, എത്ര നേരത്തെ അധ്വാനമാണിത്? എത്ര നേരത്തെ പോരാട്ടമാണിത്? എത്ര കഷ്ടപ്പെട്ടാണ് അലിയെ അയാളെ നിങ്ങൾ കീഴ്പ്പെടുത്തിയത്? അയാളെ കൊന്നുകളയാനുള്ള അവസാനത്തെ അവസരം നിങ്ങളുടെ മുമ്പിലെത്തുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അയാളെ ഉപേക്ഷിച്ചു? അയാളെ എന്തുകൊണ്ട് നിങ്ങൾ കൊന്നില്ല? ചോദ്യത്തിന് കൃത്യമായ മറുപടി വന്നു. സ്വഹാബിമാരോട് പറഞ്ഞു, അറിയുമോ, ഞാൻ അയാളോട് യുദ്ധം ചെയ്തത് ധർമ്മത്തിന് വേണ്ടിയാണ്, സത്യത്തിന് വേണ്ടിയാണ്, സ്നേഹത്തിന് വേണ്ടിയാണ്, സൃഷ്ടാവിന് വേണ്ടിയാണ്. എന്നാൽ ഞാൻ അയാളെ പിന്തുടരുകയും അയാളുടെ ശരീരത്തേക്ക് ഞാൻ കയറിയിരിക്കുകയും ചെയ്യുന്നത് വരെ എന്റെ ഇന്റൻഷൻ അത് അള്ളാഹുവിന് വേണ്ടിയാണ്, അത് ദീനിന് വേണ്ടിയാണ്. എന്നാൽ അയാൾ എന്റെ മുഖത്തേക്ക് തുപ്പിയപ്പോ എന്റെ ഹൃദയത്തിൽ ഒരു വല്ലാത്ത വ്യക്തി ചിന്ത കടന്നു വന്നുപോയി. അയാൾ എന്നെ തുപ്പിയല്ലോ, ആ സമയത്ത് ഞാൻ എന്റെ ആയുധം ഉപയോഗിച്ചാൽ അവിടെ എന്റെ വ്യക്തിപരമായ വൈരാഗ്യമാണോ,
അല്ല മതപരമായ ആശയമാണോ മുന്നിൽ നിൽക്കുക? എനിക്ക് തോന്നി അപ്പോൾ ഞാൻ അയാളെ കൊന്നാൽ അതെന്റെ വ്യക്തിപരമായ വിഷയമായി മാറും. അത് ധർമ്മയുദ്ധത്തിന്റെ ലിസ്റ്റിൽ പെടുന്നതല്ല. ഞാൻ അതുകൊണ്ട് എഴുന്നേറ്റു. എന്റെ അധ്വാനം എത്ര നേരമുണ്ടെങ്കിലും എന്റെ ഇന്റൻഷൻ കൃത്യമാണ്. പ്രവാചകരുടെ പാഠത്തിനനുസരിച്ചല്ലാതെ ഞാൻ ആയുധമണിയുകയില്ല, ഞാൻ ആയുധം എടുക്കുകയില്ല. സയ്യിദുന അലി റളിയല്ലാഹു അൻഹുവിന്റെ വർത്തമാനമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകർ ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചത്. കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരെ ദുരിതത്തിലാക്കുന്ന യുദ്ധങ്ങളെ കുറിച്ചല്ല പരിശുദ്ധമായ ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു സംവിധാനവും അല്ല. നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ന്യായത്തിന്റെയും നീതിയുടെയും പക്ഷത്തു നിന്നുകൊണ്ട് മനുഷ്യരാശിക്ക് ആവശ്യമായ ഇടപെടലുകൾ നടത്തുമ്പോൾ അവിടെയാണ് പ്രവാചക ജീവിതത്തെ നമ്മൾ ലോകത്ത് വീണ്ടും വീണ്ടും വായിക്കേണ്ടത്. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് ശത്രുക്കളുടെ അവകാശങ്ങളെ തടഞ്ഞതായി ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുകയില്ല. അനാവശ്യമായ പ്രവാചക ജീവിതത്തിന്റെ മനോഹരമായ ഭാഗങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഒരിക്കലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തിപരമായ ഒരു വിഷയത്തിന്റെ പേരിൽ ദേഷ്യം പിടിച്ചതായി എനിക്ക് അറിയുകയില്ല. എന്നാൽ മതപരമായ ഒരു വിഷയം വരുമ്പോൾ പ്രവാചകർ ദേഷ്യം പ്രകടിപ്പിക്കാറുണ്ട്. അത്ര വലിയ കാരുണ്യമായിരുന്നു. സ്വന്തത്തിലേക്ക് വരുമ്പോ ചീത്ത പറഞ്ഞ ആളുകളുണ്ട്, കൊല്ലാൻ ആയുധമെടുത്തു വന്നവരുണ്ട്, കൊച്ചാപ്പയെ കൊന്നുകളഞ്ഞവരുണ്ട്, നാടുകടത്തിയവരുണ്ട്. ആ മനുഷ്യരോടെല്ലാം മാപ്പ്, എല്ലാവർക്കും മാപ്പ്. മക്കം ഫതഹിന്റെ ദിവസം ലോക ചരിത്രത്തിലെ ഒരാൾ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സർവായുധങ്ങളുമായി സർവസന്നാഹങ്ങളുമായി നാടുകടത്തിയ മക്കയിലേക്ക് തിരിച്ചു വരികയാണ്. കൂടെയുണ്ട് അനുയായികൾ, എന്തിനും പോന്ന അനുയായികൾ. അവര് വരുമ്പോ അന്ന് മക്കയിൽ ബാക്കിയുള്ളതാരാണ്? തങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കിയ ആളുകൾ, തങ്ങളുടെ ജന്മനാട് വിട്ടു പോകാൻ തങ്ങളെ പ്രേരിപ്പിച്ചവർ, അത് പരിശുദ്ധമായ ദീൻ വിശ്വസിച്ചതിന്റെ പേരിൽ, തൗഹീദ് വിശ്വസിച്ചതിന്റെ പേരിൽ അനുയായികളെ ഇല്ലായ്മ ചെയ്യാൻ ഇറങ്ങിയവർ, മരുഭൂമിയിൽ കിടത്തി വലിച്ചവർ, അവരെ കൊന്നുകളഞ്ഞവർ, പോയി ഒരു സ്ഥലത്ത് സ്വസ്ഥമായി താമസിക്കാൻ ഒരുങ്ങുമ്പോ അവിടെ ആയുധങ്ങളുമായി വന്നവർ, അതിന്റെ ഇടയിൽ ബന്ധങ്ങളെ നശിപ്പിച്ചു കളഞ്ഞവർ. ആ സമൂഹത്തിലേക്ക് മടങ്ങി വരുന്ന നേരത്താണ്, എന്തു ചെയ്യുമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് മക്കം ഫതഹിന്റെ മനോഹരമായ ദിവസം, മനുഷ്യ ചരിത്രത്തിലെ മനോഹരമായ ദിവസമാണ്. പ്രതികാരം ചെയ്യാൻ ഒരുങ്ങി വന്ന പ്രവാചകനായിരുന്നില്ല സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാപ്പ് തരുകയാണ്, എല്ലാവർക്കും മാപ്പ്. കല്ലെറിഞ്ഞതിന്, കൂക്കി വിളിച്ചതിന്, നാടുകടത്തിയതിന്, കൊന്നുകളഞ്ഞതിന്, കൂടപ്പിറപ്പുകളെ ഇല്ലായ്മ ചെയ്തതിന്, ഞങ്ങളെ ഈ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകാൻ അതിനാ വീട് വളഞ്ഞതിന്, കൊല്ലാൻ ആയുധങ്ങളുമായി വന്നതിന്, മറ്റൊരിടത്ത് സ്വസ്ഥമായി ജീവിക്കുമ്പോൾ പോലും അവിടെ കടന്നു വന്നതിന്, അവിടെയുള്ള മനുഷ്യരെ കൊന്നുകളഞ്ഞതിന്, നിങ്ങൾ ചെയ്ത അപരാധങ്ങൾക്കെല്ലാം മാപ്പ്, എല്ലാം മാപ്പ് തരാമെന്ന് ചരിത്രത്തിൽ പ്രഖ്യാപിച്ച് മനുഷ്യാവകാശത്തിന്റെ ഉന്നതമായ പ്രഖ്യാപനമാണ് മക്കം ഫതഹിൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, വെളിച്ചത്തിൽ നിന്ന് മനുഷ്യരെ തടയുകയാണ്. ആ വെളിച്ചം ലോകത്ത് മനോഹരമായ ചില ചരിത്രങ്ങൾ പറയുന്നു. പരിശുദ്ധ ഖുർആൻ അവസാന നാൾ വരെ വരുന്ന മനുഷ്യർക്കുള്ള വഴിയും വെളിച്ചവുമാണ്. ആ ഖുർആനിലെ സൂറത്തുൻ നിസാ എന്ന അധ്യായത്തിലെ 108 മുതൽ 115 വരെയുള്ള പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൻ നിസാ എന്ന അധ്യായത്തിലെ 8 ആയത്തുകൾ അവതരിച്ചത് ജൂതനായ ഒരു മനുഷ്യൻ നിരപരാധിയാണ് എന്ന് പറയാനാണ്. ജൂതനായ ഒരു മനുഷ്യൻ നിരപരാധിയാണ്. അയാൾ ചെയ്ത തെറ്റ്, ആ തെറ്റിനെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് അയാളെ കൈകാര്യം ചെയ്യാൻ ഒരുങ്ങുമ്പോ അവിടെയാണ് പരിശുദ്ധമായ ഖുർആൻ അവതരിക്കുന്നത്. ആ മനുഷ്യന്റെ നിരപരാധിത്വം പറയാൻ വേണ്ടി അള്ളാഹുവിന്റെ കലാം ലോകത്തോട് സംസാരിക്കുകയാണ്. എന്തായിരുന്നു ആ സംഭവം? നമ്മൾ ചരിത്രത്തെ മുന്നിൽ വെച്ച് വായിച്ചു നോക്കൂ. 8 ആയത്തുകൾ അവതരിക്കുന്നു. ഖുർആനിലെ ആയത്തുകൾ ഖിയാമത്ത് നാൾ വരെ, അവസാന നാൾ വരെയുള്ള മനുഷ്യർക്ക് പാരായണം ചെയ്യാൻ പാകത്തിൽ, പഠിക്കാൻ പാകത്തിൽ, അവസാന കാലം വരെയുള്ള മനുഷ്യർക്കുള്ള വേദത്തിലെ 8 ആയത്തുകൾ ജൂതനായ ഒരു മനുഷ്യന്റെ നിരപരാധിത്വം പറഞ്ഞു തരുകയാണ്. അവിടെയാണ് നമ്മൾ ചരിത്രം കൃത്യമായി മനസ്സിലാക്കേണ്ടത്. അയാൾ നിരപരാധിയാണെന്ന് പറയാനുണ്ടായ സാഹചര്യം എന്താണെന്നറിയുമോ?
മദീനയിലെ ഒരു വീട്ടിൽ ഒരു കളവ് നടന്നു. ആ കളവിന്റെ മോഷ്ടാവ് പിടിക്കപ്പെടുന്ന സാഹചര്യം വന്നപ്പോ കട്ട മുതൽ കൊണ്ടുപോയി അവിടുത്തെ ന്യൂനപക്ഷമായ ജൂതന്റെ വീട്ടിലേക്ക് ഉപേക്ഷിച്ചു. ജൂതനായ ഒരാളുടെ വീട്ടിലേക്ക് ഉപേക്ഷിച്ചു. എന്നിട്ട് അവരെല്ലാവരും കൂടി അയാളാണ് തെറ്റുകാരൻ, സാഹചര്യ തെളിവുകളൊക്കെ അയാൾക്കെതിരാണ്, അയാളെ വിചാരണ ചെയ്യണമെന്ന് പറഞ്ഞ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യന്റെ മുമ്പിൽ നിൽക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകർ സംഭവത്തിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് അന്വേഷിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ കലാം അവതരിക്കുന്നത്. യാ റസൂലല്ലാഹ്, ഈ പറയുന്ന ആളുകളുടെ ഉള്ളിൽ ചില പ്രത്യേകമായ താല്പര്യങ്ങളുണ്ട് നബിയെ. ആ ജൂതനായ മനുഷ്യൻ നിരപരാധിയാണ്, അയാളുടെ ന്യായമുണ്ട്, അയാളുടെ നീതിയുണ്ട്, അയാളുടെ അവകാശമുണ്ട്, അതിന്റെ പക്ഷത്തു നിൽക്കൂ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഓതിക്കൊടുക്കുകയാണ്. അവിടെയുള്ള ന്യൂനപക്ഷങ്ങളായ ജൂതന്മാർ ഈ വിഷയത്തിൽ എങ്ങനെയാണ് മുഹമ്മദ് നബി ഒരു തീരുമാനം പറയുക എന്ന് നോക്കി നിൽക്കുന്ന നേരത്താണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർആൻ അവതരിക്കുകയാണ്. ആ മനുഷ്യന്റെ നീതിയും ന്യായവും സംരക്ഷിക്കപ്പെടണം. പരിശുദ്ധമായ കലാം പറഞ്ഞു കൊടുക്കുകയാണ്, ജനങ്ങളോട് സംവദിക്കുകയാണ്. അയാളുടെ പക്ഷത്തു നിന്നുകൊണ്ടാണ് ഈ കേസിനെ വിധിക്കേണ്ടത്. അയാളിലാണ് നീതിയുള്ളത്, നന്മയുള്ളത്. ആലോചിച്ചു നോക്കൂ, ഏത് വേദത്തിലാണ്? അവസാന നാൾ വരെ വരുന്ന മനുഷ്യർക്കുള്ള വേദത്തിലാണ് ജൂതനായ ഒരു മനുഷ്യന്റെ നിരപരാധിത്വം പറയാൻ 8 ആയത്തുകൾ അത് അവതരിച്ചിട്ടുള്ളത്. ഇസ്ലാമിലെ പല നിയമങ്ങളും പറയാൻ 1-2 ആയത്തുകളല്ലേ വന്നിട്ടുള്ളൂ. ചില രാത്രികൾ, ചില ദിവസങ്ങളെ പറയാൻ 1-2 വിഷയങ്ങളല്ലേ വന്നിട്ടുള്ളൂ. 8 ആയത്തുകളിലൂടെ സവിസ്തരം ഒരു വിഷയത്തിന്റെ നീതിയും ന്യായവും ഖുർആൻ നമ്മുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ്. അതായിരുന്നു പ്രവാചകരുടെ ജീവിതം, അതാണ് അവിടുന്ന് പ്രബോധനം ചെയ്ത ഖുർആനും. നീതിയുടെ പക്ഷത്തല്ലാതെ നിൽക്കാൻ കഴിയുകയില്ല. അവിടെയാണ് വീണ്ടും നമ്മൾ വായിക്കേണ്ടത്, മുസ്ലിം സഹോദരങ്ങൾ എല്ലാ കാലത്തും ഈ നീതിയുടെ പക്ഷത്തായിരുന്നു. ആ നീതിയുടെയും ന്യായത്തിന്റെയും നന്മകളെ മുഴുവനും പൊളിച്ചു കളഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ജൂത സമൂഹം, സയനിസ്റ്റ് ഭരണകൂടങ്ങൾ ഗസയുടെ മേൽ, ഫലസ്തീനിന്റെ മേൽ അനീതിയുടെ കെട്ടഴിച്ചു വിടുന്നത്. ചരിത്രത്തിൽ എവിടെയെങ്കിലും മുസ്ലിം സഹോദരങ്ങളോ ഭരണാധികാരികളോ അനീതിയോടെ ജൂത സമൂഹത്തോട് വർത്തിച്ച ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയുകയില്ല. എല്ലാ കാലത്തും അവർക്ക് അഭയം കൊടുത്തത് ചരിത്രത്തെ വെച്ച് വായിച്ചു നോക്കൂ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ന്യൂനപക്ഷങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. മദീനയിൽ ജൂതന്മാരായ ആളുകൾ ഉണ്ടായിരുന്നു, ക്രൈസ്തവരായ ആളുകൾ ഉണ്ടായിരുന്നു. അവർക്കിടയിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു? മനോഹരമായ ഒരു ചരിത്രം ലോകം പറഞ്ഞു തരുന്നുണ്ട്. പ്രവാചകർ മദീനയിലേക്ക് കടന്നു വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ജീവിക്കുന്ന, അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരായ ആളുകളും അവരുടെ ഗോത്രങ്ങളും ന്യൂനപക്ഷങ്ങളായ ക്രൈസ്തവരും അവരുമായി ബന്ധപ്പെട്ടുള്ള ചലനങ്ങളും അവർക്കിടയിൽ പ്രവാചകർ ഒരു രഞ്ജിപ്പുണ്ടാക്കുകയാണ്, ഒരു ഒത്തുതീർപ്പിലെത്തിച്ചേരുകയാണ്. മദീന ചാർട്ടർ ലോക ചരിത്രത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള മനോഹരമായ ആദ്യത്തെ ഭരണഘടന എന്ന് വിളിക്കാൻ പറ്റുന്ന ഭാഗത്തിൽ നമുക്ക് ഈ ദേശത്തൊന്നിച്ചു കഴിയാം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശമാണ്, ഈ മദീനയിൽ ജൂതന്മാരായ നിങ്ങൾക്കും ക്രൈസ്തവരായ നിങ്ങൾക്കും മുസ്ലിങ്ങളായ ഞങ്ങൾക്കും ഒന്നിച്ചു കഴിയാം. നമുക്ക് സാഹോദര്യത്തോടെ ജീവിക്കാം. ആരെങ്കിലും നമ്മെ ആക്രമിക്കാൻ വരുന്നുവെങ്കിൽ നമുക്കൊന്നിച്ചവരെ നേരിടാം. അത് നമുക്കൊന്നായി ചേർന്നു നിന്നുകൊണ്ട് ഇവിടേക്ക് കടന്നു വരുന്ന ശത്രുക്കളെ പടികടത്താമെന്ന് ഒന്നിച്ചിരുന്ന് തീരുമാനമെഴുതുകയാണ്. പരസ്പരം കലഹങ്ങൾ വേണ്ട, പ്രശ്നങ്ങൾ വേണ്ട, ഏതെങ്കിലും തരത്തിലുള്ള അനീതികൾ ഉണ്ടാകേണ്ടതില്ല. ഇങ്ങനെ നീണ്ടുകിടക്കുന്ന മനോഹരമായ ഒരു സംവിധാനം രൂപപ്പെടുത്തുകയാണ്. നാം ആലോചിച്ചു നോക്കൂ, മുസ്ലിം സമുദായത്തിന് മറ്റേതെങ്കിലും സമൂഹങ്ങളുടെ ഇടയിൽ ജീവിക്കാൻ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ? തീർച്ചയായുമില്ല. ലോകത്തെ വിവിധങ്ങളായ സ്ഥലങ്ങളിലേക്ക് പോവുകയും പ്രബോധനം ചെയ്യുകയും ചെയ്ത ഇസ്ലാമിന്റെ പ്രചാരകരായ സ്വഹാബിമാർ അവർ ഈ പാഠങ്ങളെ ഉൾക്കൊണ്ടവരാണ്. അവർ ചെന്ന ദേശങ്ങളിലൊക്കെയും മനുഷ്യരെ അവർ കൂട്ടിപ്പിടിച്ചവരാണ്. മാലിക് ഇബ്നു ദീനാർ നമ്മുടെ രാജ്യത്തേക്ക് പ്രബോധനത്തിന് വന്നവരാണ്. അവരായുധമണിഞ്ഞ് കലാപം നടത്തിയതിന്റെ ചരിത്രം നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയുകയില്ല. അങ്ങനെ ലോകതലത്തിൽ വിവിധങ്ങളായ ഇടങ്ങളിലേക്ക് പോയ മനുഷ്യർ അവരൊക്കെയും പകർത്തിയ പാഠങ്ങൾ അത് മദീനയുടെ പാഠമാണ്. നമുക്കൊന്നിച്ചു കഴിയാം.
ഈ സ്ഥലത്ത് നമുക്കൊന്നായി ജീവിക്കാം. നമ്മുടെ നേരെ വരുന്ന പ്രശ്നങ്ങളെ നമ്മൾ ഒരു സമൂഹം എന്ന രീതിയിൽ അതിനെയെല്ലാം തുരത്തുന്നതിൽ നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാമെന്നുള്ള വലിയ സന്ദേശം പ്രവാചകർ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീന ചാർട്ടറിലൂടെ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളിലൂടെ ലോകത്തിന്റെ മുമ്പിലേക്ക് വരികയാണ്. പ്രവാചകർ വഫാത്താകുമ്പോൾ ലോകത്തുനിന്ന് വിട പറയുന്ന നേരത്ത് പ്രവാചകരുടെ പടയങ്കി ഒരു ജൂതനായ മനുഷ്യന്റെ വീട്ടിൽ പണയത്തിലായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മനസ്സിലാക്കുവാനാണ്, ജൂതനായ ഒരു മനുഷ്യൻ, മദീനയിലെ ന്യൂനപക്ഷമായ ജൂതന്മാരുടെ കൂട്ടത്തിലുള്ള ഒരു മനുഷ്യന്റെ വീട്ടിൽ പ്രവാചകരുടെ പടയങ്കി പണയത്തിലാണ്. അതെന്റെ മദീനയിൽ മുസ്ലിങ്ങളിൽ സമ്പന്നരായ ആളുകളില്ലാത്തത് കൊണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നല്ലോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ പോലെയുള്ളവർ, അവിടെ ഉണ്ടായിരുന്നല്ലോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ പോലെയുള്ളവർ, അവിടെ ഉണ്ടായിരുന്നല്ലോ സാമ്പത്തികമായി വലിയ മേന്മയുള്ള പലരും റളിയല്ലാഹു തആല അൻ കുല്ലി വാഹിദിൻ മിൻഹും അജ്മഈൻ. എന്നാൽ അവരുമായിട്ടല്ല പ്രവാചകരുടെ ഡീൽ. അവിടെ ഉണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങളായ ജൂതന്മാരായ ആളുകൾ. നേരെ തിരിച്ചും ചിന്തിച്ചു നോക്കൂ, മുസ്ലിങ്ങളുടെ നേതാവിന്റെ പടയങ്കി പണയത്തിൽ സ്വീകരിക്കാൻ അവിടെയുള്ള ജൂതന് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല, ഒരു ഭയവും ഉണ്ടായിരുന്നില്ല, ഒരു പേടിയും ഉണ്ടായിരുന്നില്ല. ഇത് എനിക്ക് തിരിച്ചു കിട്ടുമോ, ഇതിന്റെ പണം തിരിച്ചു ചോദിക്കാൻ എനിക്ക് കഴിയുമോ? അത് മുസ്ലിങ്ങളുടെ നേതാവാണല്ലോ, അവരുടെ പൗരപ്രമുഖരായ നേതൃസ്ഥാനങ്ങളിൽ ഏറ്റവും ഉന്നതിയിലുള്ളവർ. അവരിൽ നിന്ന് ഞാൻ കടമായി എന്തെങ്കിലും സ്വീകരിച്ചാൽ പിന്നീട് എനിക്ക് നഷ്ടമുണ്ടാകുമോ എന്ന് ചിന്തിക്കാൻ ജൂതനായ മനുഷ്യന് അവസരമുണ്ടായിരുന്നില്ല. കാരണം അവർക്കറിയാം, ഇത് നീതിയുടെ പ്രവാചകനാണ്, ഇത് ന്യായത്തിന്റെ പ്രവാചകനാണ്. ഈ പ്രവാചകനുമായി ഒരു കരാറിലെത്തിയാൽ ഒന്നും നഷ്ടപ്പെടാനില്ല. നാളെ ഈ പൈസ നഷ്ടപ്പെടുമെന്ന ഭയം എനിക്ക് ഇല്ല. അതുകൊണ്ടാണ് അവിടുന്ന് വഫാത്താകുന്ന നേരത്ത് പോലും അവിടുത്തെ പടയങ്കി ജൂതനായ ഒരു മനുഷ്യന്റെ പക്കലുണ്ടായിരുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കാണിച്ച മനോഹരമായ മാതൃകകൾ അങ്ങനെയായിരുന്നല്ലോ. അബൂ സുഫിയാൻ കടുത്ത വിരോധിയായിരുന്നല്ലോ. ആദ്യകാലത്ത് ആ അബൂ സുഫിയാനെ എത്രയിടത്താണ് ചരിത്രത്തിൽ പരിഗണിച്ചിട്ടുള്ളത്? അബൂ സുഫിയാന്റെ വിഷമങ്ങളിൽ എത്രയിടത്താണ് പ്രവാചകർ പരിഹാരം പറയുന്നത്? അബൂ സുഫിയാന് വേണ്ട സഹായങ്ങളെ ചെയ്തു കൊടുക്കുന്നത്. ചരിത്രത്തിൽ നിന്ന് നമുക്ക് വലിയ പാഠമുണ്ട്. ആ പ്രവാചകൻ സഹിഷ്ണുതയുടെ നേതാവായിരുന്നു, സ്നേഹത്തിന്റെ നേതാവായിരുന്നു, പരസ്പരം യോജിപ്പിന്റെ നേതാവായിരുന്നു, മനുഷ്യന്റെ ഹൃദയങ്ങളിൽ കരുണ വിതറിയ നേതാവായിരുന്നു. അതുകൊണ്ടാണ് ലൈസ മിന്നാ മൻ ദആ ഇലാ അസബിയ്യ, വർഗീയതയിലേക്ക് വിളിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല, വർഗീയതയ്ക്ക് വേണ്ടി കൊല്ലുന്നവൻ എന്നിൽപ്പെട്ടവനല്ല, വർഗീയതയ്ക്ക് വേണ്ടി ചാകുന്നവനും എന്നിൽപ്പെട്ടവനല്ല എന്ന് മഹാനരായ അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വർത്തമാനമാണ്. വർഗീയതയ്ക്ക് വേണ്ടി കൊല്ലുന്നവൻ, വർഗീയതയ്ക്ക് വേണ്ടി മരിക്കുന്നവൻ, വർഗീയതയിലേക്ക് വിളിക്കുന്നവൻ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പ്രഖ്യാപിക്കുന്നത് മനോഹരമായ ജീവിതം മുന്നിൽ വെച്ചുകൊണ്ടാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകാം, പക്ഷേ അതിനപ്പുറം മാനുഷികമായ പരിഗണനകളുടെ വലിയ ലോകമാണ് പരിശുദ്ധമായ ഇസ്ലാം അവിടെ തുറന്നിട്ടു കാണിച്ചത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നത്. ലോകത്തിനുള്ള പാഠങ്ങളാണിതെല്ലാം. വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ അങ്ങനെയാണല്ലോ. പല സ്ഥലങ്ങളിലേക്ക് പോയ മനുഷ്യർ, കുടിയേറ്റം ലോകത്ത് വലിയൊരു പ്രശ്നമായി മാറുന്ന കാലമാണ്. ഒരു രാജ്യത്തു നിന്ന് പല രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന ആളുകൾ, അവിടെയാണ് നമുക്ക് ചരിത്രത്തിൽ വായിക്കാനുള്ളത്. എന്തുകൊണ്ടാണ് പല സ്ഥലങ്ങളിൽ നിന്നും കുടിയേറ്റം ഉണ്ടാകുന്നത്? അതിന്റെ മൂല കാരണം അന്വേഷിച്ചാൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരാവുകയും ജീവിക്കുന്ന രാജ്യത്തിന്റെ സ്വസ്ഥത കെടുത്തുകയും അവിടെയുള്ള ഭരണ സംവിധാനങ്ങളെ ദുർബലമാക്കുകയും ചെയ്തപ്പോഴാണ് യൂറോപ്പിലേക്ക് മനുഷ്യർ സ്വസ്ഥതയും സമാധാനവുമുള്ള ജീവിതത്തിനു വേണ്ടി പോയത്. അല്ലാതെ അവരുടെ ജന്മനാട് ഇഷ്ടപ്പെടാനിട്ടല്ല. പല ആളുകളും വിചാരിക്കുന്നത് സൗകര്യങ്ങൾ കരുതിയിട്ട് പോയതാണ് എന്നാണ്. അല്ല, മറിച്ച് തങ്ങൾ ജീവിക്കുന്ന ഇടങ്ങളിലെ സ്വസ്ഥത നഷ്ടപ്പെട്ടപ്പോ, സമാധാനം നഷ്ടപ്പെട്ടപ്പോ അതിന്റെ കാരണമാരാണ്? ഇന്നിതൊക്കെ പറയുന്ന അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള സാമ്രാജ്യത്വ ശക്തികൾ ഓരോ രാജ്യങ്ങളിലും കടന്നുകയറി ആ രാജ്യങ്ങളുടെ സ്വസ്ഥത തകർത്തപ്പോ, പരസ്പരം തമ്മിലടിക്കുന്നതിലേക്ക് എത്തിച്ചപ്പോഴാണ് ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ അഭയാർത്ഥി കൂട്ടങ്ങൾ ഉണ്ടായത്. അവരുടെ മേൽ ബോംബുകൾ വീണപ്പോഴാണ് അവരുടെ കിടപ്പാടങ്ങൾ നഷ്ടമായത്. അപ്പോഴാണ് സ്വസ്ഥമായ ഒരു ജീവിത വ്യവസ്ഥിതി തേടി പല സ്ഥലങ്ങളിലേക്കും ചെന്നത്.
കുടിയേറ്റം പ്രശ്നമാകുന്ന കാലത്ത് മനോഹരമായ ഒരു ചരിത്രമില്ലേ? മക്കയിൽ നിന്ന് സത്യവിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിലാണ് ഒരു വലിയ സംഘം മദീനയിലേക്ക് വരേണ്ടി വന്നത്. അങ്ങനെ വരുന്ന നേരത്തും അവിടെ മനോഹരമായ ഒരു മാതൃക കാണുകയാണ്. വന്ന മനുഷ്യരെ മുഴുവനും അവിടെ ഉണ്ടായിരുന്നവർ സ്വീകരിക്കുകയാണ്. വെറും സ്വീകരണമല്ല, നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം, നിങ്ങൾക്ക് കിടക്കാനുള്ള ഇടം, നിങ്ങൾക്ക് ചെയ്യാനുള്ള ജോലി, നിങ്ങൾക്ക് ആവശ്യമായ ഇണകൾ, ഇതെല്ലാം തരാമെന്ന പാകത്തിലേക്ക് ഒരു സമൂഹത്തിന്റെ മനസ്സ്, ഒരു സമൂഹത്തിന്റെ ഹൃദയം വിശാലമായി മാറുകയാണ്. അവരെ കൈപിടിക്കുകയാണ്. അവരെ സമൂഹത്തിന്റെ ഉന്നതമായ സ്ഥാനത്തേക്ക് ഒരിക്കലും ഒരു രണ്ടാം തരം പൗരന്മാരായി അവരെ കാണാതെ അവരെ കൈപിടിച്ചു കൊണ്ടുവന്ന് അവരെ സമൂഹത്തിന്റെ എല്ലാ നന്മകളിലേക്കും കൂട്ടിയോജിപ്പിക്കുന്ന മനോഹരമായ ഒരു മദീനയുടെ ചിത്രം ലോകത്തെ എല്ലാ കാലത്തുമുള്ള ഭരണാധികാരികൾക്കുള്ള സന്ദേശമാണ്. പരസ്പരം ഹൃദയങ്ങളെ ചേർത്തു വെക്കാനുള്ള ആഹ്വാനമാണ്. പരസ്പരം സഹായിക്കുവാനുള്ള വർത്തമാനമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ ലോക ചരിത്രത്തിൽ ഏതെല്ലാം വിഷയങ്ങളുണ്ടോ അവിടെയെല്ലാം പറയാൻ പറ്റുന്ന പാകത്തിലുള്ള പ്രൗഢമായ ചരിത്രമുള്ള നേതാവ്, പറയാൻ പറ്റുന്ന ഉദ്ധരിക്കാൻ പറ്റുന്ന, ഉദാഹരിക്കാൻ പറ്റുന്ന വാക്കുകളുള്ള ഉജ്ജ്വലമായ നേതാവാണ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകർ ലോകത്തിന് സമ്മാനിച്ചത് നീതിയുടെ പാഠങ്ങളാകുന്ന പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധമായ ഖുർആൻ നീതിയുടെ ന്യായത്തിന്റെ പക്ഷത്തുള്ള വേദമാണ്. ന്യായം പറയുന്ന വേദമാണ്. മനുഷ്യരൊന്നാണ് എന്ന് പറയുന്ന വേദമാണ്. ഒരാളെ കൊല്ലുമ്പോൾ മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ, മനുഷ്യരാശിയെ മുഴുവനും കൊന്നവനെ പോലെയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന വേദമാണ്. ആ വേദം അല്ലാഹുവിന്റെ പ്രവാചകർ ലോകത്തിന് ഓതി തരുകയാണ്. പരിശുദ്ധ ഖുർആൻ തീവ്രവാദം പറയുന്ന വേദമല്ല, ഭീകരവാദം പറയുന്ന വേദമല്ല. ചില ആളുകൾ പലപ്പോഴെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാറില്ലേ, ഖുർആനിൽ ഇതര മതവിശ്വാസികളെ കൊല്ലാൻ പറയുന്നുണ്ടല്ലോ. തീർച്ചയായും ആ വിചാരം തെറ്റാണ്. അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഖുർആൻ തങ്ങളല്ലാത്ത മറ്റു വിശ്വാസങ്ങളിലുള്ളവരെ മുഴുവനും കൊല്ലണമെന്ന് പറയുമായിരുന്നെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് നോക്കൂ. അറബ് നാടുകളിൽ എത്ര മനുഷ്യരാണ് അറബികളല്ലാത്ത, മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ ജോലി ചെയ്യുന്നത്. മുസ്ലിം വിശ്വാസമില്ലാത്ത എത്ര മനുഷ്യരാണ് അറബികളുടെ ഇടയിൽ ജോലി ചെയ്യുന്നത്. ഈ ഖുർആൻ അവതരിച്ചത് അറബി ഭാഷയിലല്ലേ? അതിനെ കൃത്യമായി മനസ്സിലാക്കുന്നവർ അവരല്ലേ? എവിടെയെങ്കിലും നാം വായിച്ചിട്ടുണ്ടോ? അവിടെ ചെന്നപ്പോ വിശ്വാസത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരാള്, എത്ര പ്രവാസികളാണ് നമ്മുടെ നാട്ടിലുള്ളത്, എത്ര പ്രവാസികളാണ് നമ്മുടെ നാട്ടിൽ നിന്ന് അവിടെ കന്നം തേടി പോയിട്ടുള്ളത്. അവിടെ ഇതര മതവിശ്വാസികളെ കണ്ട സ്ഥലത്ത് വെച്ച് കൊല്ലാനോ അല്ലെങ്കിൽ അവരെ ഇല്ലാതെയാക്കാനോ ആണ് ഖുർആൻ ആഹ്വാനം ചെയ്തിരുന്നതെങ്കിൽ അറബ് വീടുകളിൽ, അറബികളുടെ കടകളിൽ, അറബ് രാജ്യങ്ങളിൽ മറ്റു വിശ്വാസികൾ ഉണ്ടാകുമായിരുന്നോ? തീർച്ചയായും ഇല്ലല്ലോ. അപ്പോൾ അവിടെയാണ് അത് വ്യാഖ്യാനിച്ചതിന്റെ, തെറ്റിദ്ധരിച്ചതിന്റെ, ആ ഖുർആനികായത്ത് പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുന്നതിൽ വന്ന പിഴവാണ്. ആരെക്കുറിച്ചാണ് അവിടെ പരാമർശിച്ചിട്ടുള്ളത്? ഏതുപോലെ നാം ചില നിയമ പുസ്തകങ്ങൾ എടുക്കുന്നു, ആ പുസ്തകങ്ങളുടെ ഇടയിൽ ചില ശിക്ഷകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ ശിക്ഷകൾ ആ തെറ്റുകൾ ചെയ്യുന്ന ആളുകൾക്കുള്ളതല്ലേ? അല്ലാതെ അതിന്റെ ഇടയിൽ നിന്ന് കണ്ടോ എല്ലാവരെയും കൊല്ലാനാണ് പറയുന്നത്, കണ്ടോ എല്ലാവരെയും നശിപ്പിക്കാനാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് നീതിയാവുക? ഒരാൾ മാർഷൽ ആർട്സ് പഠിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട പുസ്തകം വായിക്കുന്നു, അതിന്റെ ഇടയിൽ ഒരാൾ തങ്ങളെ നേരിടാൻ വന്നാൽ അയാളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്, എതിർഭാഗത്ത് ഒരാൾ ആക്രമിക്കാൻ വന്നാൽ എന്തു ചെയ്യണമെന്ന്, അയാളുടെ ഏതൊക്കെ ശാരീരിക ഭാഗങ്ങളിൽ മർദ്ദനമേൽപ്പിക്കണമെന്ന് അതിൽ പറയുന്ന ഭാഗങ്ങൾ എടുത്തിട്ട് കണ്ടോ എല്ലാവരെയും മർദ്ദിക്കാനാണ് പറയുന്നത്, എല്ലാവരെയും ശാരീരിക ഉന്മൂലനം ചെയ്യാനാണ് പറയുന്നത് എന്ന തരത്തിലേക്ക് വ്യാഖ്യാനിച്ചാൽ അതെങ്ങനെയാണ് നീതിയാവുക? അതുപോലെയാണ് പരിശുദ്ധമായ ഖുർആനിന്റെ അടരുകളിൽ നിന്ന് ചിലതൊക്കെ അടർത്തിയെടുത്തിട്ട് എല്ലാ മതങ്ങളെയും എല്ലാ മനുഷ്യരെയും കൊല്ലാൻ പറയുന്നു എന്ന് പറയുന്നവർ ശരിക്കും ഖുർആൻ അറിഞ്ഞവരല്ല. ലോകത്ത് ഇന്ന് വരെയുള്ള ഈ വ്യവസ്ഥിതിയെ കുറിച്ച് അവർക്ക് കൃത്യമായ ധാരണയില്ല. അതാണ് ഞാൻ പറഞ്ഞു വെച്ചത്. അതിനെ ഖുർആനിന്റെ ഒറിജിൻ, ഭാഷ അനുസരിക്കുന്ന ഭാഷ അവരുടെ ജീവിതമായിട്ടുള്ള, അത് അവരുടെ മദർ ടങ് ആയിട്ടുള്ള അറബികളായ ആളുകളുടെ ഇടയിൽ തന്നെ എല്ലാ വ്യത്യസ്ത മതവിഭാഗങ്ങളും ഒന്നിച്ചു ജീവിക്കുന്നില്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, വെളിച്ചത്തിൽ നിന്ന് മനുഷ്യരെ തടയുകയാണ്.